കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി വാർഡ് തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ബിന്ദുവിനെ 2 മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുത്തത്. അതുപോലെ തന്നെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗികളില്ലാത്ത ഉപേക്ഷിക്കാനിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത് എന്നായിരുന്നു അവിടെ അപകട സ്ഥലം സന്ദർശിച്ചതിന് പിന്നാലെ മന്ത്രിമാരായ വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി VN വാസവനും പ്രതികരിച്ചത്. അവരുടെ വാക്കുകളിലേക്കാദ്യം. അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ്. ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതിനിപ്പോ മാറാൻ പോയില്ലേ, മറ്റേത് തീർന്നു കഴിഞ്ഞിട്ട് ഉദ്ഘാടനം അടുത്ത മാസം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ ബിൽഡിലേക്ക് മാറുമ്പോൾ ഈ പ്രശ്നം ഇത് തന്നെ കുറെ കാലമായിട്ട് ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്നൊരു സാധനം ആ മുറിക്കകത്ത് കയറി അവര്. ഈ പരിക്കേറ്റവരുടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ കാര്യമായ പരിക്കൊന്നുമില്ല, ചെറിയ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. ഒരു ഗുരുതരമായ പരിക്കാർക്കും ഇല്ല. ഗുരുതരമായ പരിക്കാർക്കുമില്ല. അത് അടച്ചിട്ടിരുന്ന കെട്ടിടമായിരുന്നു, അവിടെ ആരും തന്നെ പോകാറില്ല എന്നൊക്കെയായിരുന്നു മന്ത്രി വീണ ജോർജിന്റെയും വാസവന്റെയും വാക്കുകൾ. എന്നാൽ അത് പറഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ആ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ബിന്ദുവിനെ പുറത്തെടുത്തത്. അതിന് പിന്നാലെ തന്നെ ബിന്ദുവിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ ബിന്ദുവിന്റെ ഭർത്താവ് ഇങ്ങനെ ഭാര്യയെ കാണാനില്ല എന്ന പരാതി നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും 1.5 മണിക്കൂറോളം ആ രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിക്കാനും ബിന്ദുവിനെ പുറത്തെടുക്കാനും വൈകി എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് തന്നെയാണ് ആ അനാസ്ഥ, രക്ഷാപ്രവർത്തനം നടത്തുന്നതിലുണ്ടായ വലിയ അനാസ്ഥ തന്നെയാണ് ബിന്ദുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നത് ഉറപ്പാണ്. കാരണം 2 മണിക്കൂറോളമാണ് ജീവന് വേണ്ടി ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദു പിടഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും വലിയ ഒരു സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അവിടെ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കാനുള്ള നടപടികൾ അവിടെ നടന്നു വരുന്നുണ്ട്. വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തെത്തുന്നു തന്നെയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ അപകടാവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു നടപടിയും അവിടെ ഉണ്ടായില്ല. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണം നാട്ടകം സുരേഷിൽ നിന്നടക്കമുണ്ടായിരിക്കുകയാണ്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിഷേധം അവിടെ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ഉയരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജോസി ബാബു കൂടുതൽ വിവരങ്ങൾ നൽകും. ജോസി, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ പ്രതിഷേധം ഉയരുകയാണോ സംഭവത്തിൽ? പ്രതിഷേധം എനിക്ക് തോന്നുന്നു കാഷ്വാലിറ്റിയുടെ സമീപത്തായിരിക്കും പ്രതിഷേധം നടക്കുക എന്നാണ്. ഞാനിപ്പോൾ 14-ാം വാർഡിൽ നിന്നും മാറ്റിയ രോഗികളെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ വാർഡിലാണ് ഇപ്പോൾ UDFന്റെ സംഘം സന്ദർശിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവർക്ക് മോസ്റ്റ് ഫ്രാൻസിസ് ജോർജ് MP അടക്കമുള്ളവരുടെ സന്ദർശനം നടത്തുന്നുണ്ട്. മരിച്ച ബിന്ദുവിന്റെ മകളെ അടക്കം നേരിട്ടെത്തി കണ്ടെത്തി. ഇപ്പോൾ ഈ അപകടം നടന്ന വാർഡിൽ നിന്നും രക്ഷപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഈ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത്.